നമ്മൾ കോളേജിൽ വന്നു. അതുകൊണ്ട് നമ്മുടെ പരിപാടിയുടെ ആരംഭത്തിൽ ആരംഭിച്ചിട്ട് നമ്മുടെ അക്ഷരത്തിൻ്റെ ലോകങ്ങളും അറിവിൻ്റെ ലോകങ്ങളിലും പറഞ്ഞേക്കാം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ. അവർ ആരൊക്കെ മരിച്ചു ഉറച്ചു പറയുന്നത് മനസ്സിക്കുന്നുണ്ട്. പ്രവർത്തനം മരിച്ചതും പിന്നെ വൈദ്യുതി മോഹി മരിച്ചു അറിയില്ല. ഇതൊരു പരിപാടി സംഘടിപ്പിച്ച എല്ലാ സംഘടനകളെ ആദ്യമായി അഭിനന്ദിക്കുന്നു. സഹപാഠി സംഗമം സംഘടിപ്പിച്ചതിന് മുന്നിൽ പ്രവർത്തിച്ച
പ്രധാനമായിട്ടും ബാലകൃഷ്ണനാണ് എന്നെ വിളിച്ച് ഈ കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി ആലോചിച്ചതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുമായ എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യമായി അഭിനന്ദനം. പ്രത്യേകിച്ച് ബാലകൃഷ്ണൻ, നിസാം, അബ്ദുൽ സാഹിബ്, അൻപത് പ്രചോദനം ജയരാജൻ കാണുന്നതാണ്. ആ സമയത്ത് അതായത് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ വളരെ സൈലന്റ് ആയിരുന്നു. ഒരു പ്രശ്നത്തിനും പോകാതെ ഒരു പാവം കുട്ടിയായിരുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ഇനീഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വന്ന ബാലകൃഷ്ണൻ, നിസാർ, നിസാം വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം നമ്മൾ 45 വർഷം ദേവരാജ് പറഞ്ഞ പോലെ തന്നെ അതൊന്നും. പക്ഷേ എനിക്കൊരു അതിശയം തോന്നുന്നത് ഇതിലൊരു 5-10 താഴെ ആൾക്കാർ കൗമാരപ്രായക്കാരായ സമയത്താണ് നമ്മളൊക്കെ കണ്ടുപിടിച്ചത്. ആ കൗമാരം വിട്ട് നമ്മളിന്ന് റീയൂണിയൻ എന്ന് പറയുന്നത് നമ്മളെ മസ്കറ്റിലേക്ക് വിസ കിട്ടിയിട്ടാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഏട്ടനും അമ്മാവൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്ത് പോയി. അവിടെ എത്തിയാലാണ് എൻ്റെ ചേട്ടൻ പറയുന്നത് മസ്കറ്റ് ഇഷ്ടിക കമ്പനിയിൽ എല്ലാവർക്കും നമസ്കാരം. നീണ്ട 45 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഇങ്ങനെ വിചാരിതമായി കണ്ടുകൊണ്ടെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം കരുതുന്നു. പിന്നെ എൻ്റെ പേര് സഹപാലൻ. ഇതിലെത്ര പേർക്ക് എന്നെ ഇപ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു. അവിടുന്ന് എനിക്ക് ഡിഗ്രി പഠിക്കാനുള്ള ഭാഗ്യം കൂടെ കിട്ടിയിരുന്നു. ബികോം കഴിഞ്ഞ് അങ്ങനെ ബോംബെയിലോട്ട് പോയി 2 വർഷം ഞാൻ കോളേജ് ജോലി ചെയ്താക്കി. പിന്നെ ഗൾഫിലോട്ട് കിടന്നു. അവിടെ 30 വർഷത്തോളം ജോലി ചെയ്തു. പിന്നെ കുടുംബം അവിടെയായിരുന്നു. വൈഫ് അവിടെ ടീച്ചറായിരുന്നു. 2 മക്കള്, 2 ആൺകുട്ടികളാണ്. അതിൽ മൂത്താള് MBA കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്. 2ാമത്തെ ആള് ബിടെക് ഈ വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫാമിലി. പിന്നെ താമസിക്കുന്നത് ഇപ്പോഴും കീഴ്ശ്ശേരി. എൻ്റെ സ്വന്തം സ്ഥലം പാപ്പിനിശ്ശേരിയാണ്. ഞാൻ, ശൈലജ, രാജശേഖരൻ ഇങ്ങനെയുള്ളവരെല്ലാം നമ്മളെ ഈ പാപ്പിനിശ്ശേരിയിൽ നിന്ന് വരുന്നവരായിരുന്നു. ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. ഡിഗ്രി എത്തുമ്പോൾ മരുന്നടി തുടങ്ങി ഒരു 10 ഹോൾസെയിൽ മരുന്ന് കട നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഒരുപക്ഷെ 1, 2, 3, 4 മുഖം മാത്രമേ അറിയാറില്ല. നമ്മളൊരു ഡിഗ്രി മക്കളെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിലേക്ക് സെലക്ഷനായി. ഇന്ത്യൻ ബാങ്കിലായിരുന്നു. ഇന്ത്യൻ ബാങ്ക് പോസ്റ്റ് എറണാകുളത്തായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ എല്ലാ ആശീർവാദവും ചെയ്യുന്നു. പിന്നെ എൻ്റെ കുടുംബത്തിലും ഞാൻ തുക്കി ബസാറിൽ താമസിക്കുന്നു. തിരിച്ചറിയാനുള്ള വിഷമമുണ്ട്. എന്നാലും വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഈ 45 കൊല്ലത്തിനിടയിൽ നിങ്ങളെല്ലാവരും പോലെ 2 വർഷം പൂർത്തിയായിട്ട് ഞാൻ കോളേജിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് സംബന്ധിച്ചത് പിന്നെ ഒരു കാരണം കുടുംബപരമായ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ സർക്കാർ ജോലിയായി ഇരുട്ടി മുനിസിപ്പാലിറ്റി സെക്രട്ടറിയായിട്ട് കിട്ടുന്നു. ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാനൊരു ഫാമിലി ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. ഇങ്ങനെ സമയം കണ്ടുപിടിച്ച് വന്നിട്ട് നിസാറിൻ്റെ ശരിയാക്കി എനിക്കറിയാം. അപ്പോൾ ഡിഗ്രി SL ചെയ്തു. 2 വർഷം BCom SL ചെയ്തു. MCom SL ചെയ്തു. കുറച്ച്
ഏകദേശം 35% ആണ്. എല്ലാ സഹപാഠികൾക്കും ഞാൻ എൻ്റെ സാധിച്ചതിൽ എൻ്റെ സന്തോഷിക്കുന്നു. ഞാനിതൊന്നും ആയിരുന്നില്ല സദസ് പ്രതീക്ഷ ഡിഗ്രി മാത്രം കളയാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ കുറച്ച് കാലം മാത്സ് പാരലൽ കോളേജിലൊക്കെ ചെയ്തിരുന്നു. 45 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. വീണ്ടും കണ്ടുമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിലല്ല. ഇപ്പം എനിക്ക് യോഗേഷിനെ ഞാൻ 45 കൊല്ലത്തിന് ശേഷം തന്നെയാണ് കുറിച്ചില്ല. രാജരത്നമുണ്ട്. ഇതിൽ ചിലരെങ്കിലും ഞങ്ങൾ 45 വർഷത്തിന് ശേഷം തന്നെയാണ് കണ്ടുമുട്ടുന്നത്. മറ്റു പലരും അതുപോലെ സജീവ രാഷ്ട്രീയത്തിലായിരുന്നു. ഞാൻ എനിക്ക് പോകുന്ന രാഷ്ട്രീയ ബന്ധമുണ്ട്. 84 അന്ന് മുല്ലപ്പള്ളി രാമനായിരുന്നു. ഞാൻ പ്രകാശൻ, എൻ്റെ പേര് അഭിരാണ്. ഞാൻ നിങ്ങളുടെ കൂടെ 2 വർഷം PDC കംപ്ലീറ്റ് ചെയ്തു. അതിന് എനിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല. അപ്പോൾ തന്നെ എനിക്ക് ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടി. കഴിയുമ്പോൾ പുള്ളി എന്നെ പിടിച്ചു. ഞാൻ ബാലകൃഷ്ണനാണെന്ന് അറിയുമ്പോൾ ഞാൻ ശിവാജി ഗണേശൻ സ്റ്റൈലിൽ തമിഴിലൊക്കെ പിടിച്ചു. 2 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल वंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।